ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവെ മുത്തശ്ശീനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശി മനുവിനോട് അലീനയെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാത്രമല്ല, മോനെ നിനക്ക് പറ്റിയ പെണ്ണായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, കുടുംബം ഏതാ ഒന്നും നമുക്കറിയില്ലല്ലോ, അനാഥയായി പോയില്ലേ. അപ്പോഴത്തേക്കാണ് പറഞ്ഞത്, അതിനിപ്പോൾ എന്താ, അനാഥ കുട്ടിയാന്ന് പറഞ്ഞത് എന്താ പ്രശ്നം? അല്ലെങ്കിലും ആരുമില്ലാത്തവരെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്, ആരുമില്ലാത്തവരെയല്ലേ നമ്മൾ സ്വന്തമാക്കേണ്ടത്. അപ്പോഴല്ലേ അവർ നമ്മളെ കൂടുതൽ സ്നേഹിക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് എല്ലാവരും ഉണ്ടാകുമല്ലോ. വേണ്ട വേണ്ട, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാണേ എന്ന് മുത്തശ്ശി പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ അലീന മുത്തശ്ശീനെ കുറിച്ചൊരു പാട്ടൊക്കെ പാടി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദാ നിൽക്കുന്നു മനുശങ്കറിനെ കണ്ടതും ഒന്ന് ഞെട്ടി കേട്ടോ. ഞെട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റൂമിലേക്ക് പാട്ടൊക്കെ പാടി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചമ്മൽ വന്നു. അപ്പോഴേക്കും മനു ചോദിച്ചു, എന്തു പറ്റി പാട്ട് നിർത്തിയത്? നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടിക്കോ കേട്ടോ. മുത്തശ്ശീനെ കുറിച്ചാണല്ലോ മുത്തശ്ശി പാട്ട്, അത്രയ്ക്ക് സ്നേഹമായോ മുത്തശ്ശിയോട്? അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ വെറുതെ പണിയെടുത്തോണ്ട് നടന്നപ്പോൾ നേരം പോക്കിന്. മനസ്സിലായി. അല്ല, നീ എൻ്റെ മുത്തശ്ശീനെ നന്നായിട്ട് നോക്കുന്നില്ലെന്നൊക്കെ ഞാൻ കേട്ടല്ലോ, ശരിയാണോ? അയ്യോ, ഞാൻ മുത്തശ്ശീനെ നോക്കുന്നുണ്ട്. നിനക്ക് മുത്തശ്ശീനെ നോക്കാൻ സമയമില്ല, ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനാണ് സമയമെന്നോ, നീ അഹങ്കാരിയാണെന്നോ, നിനക്ക് നാക്കിച്ചിരി കൂടുതലാണെന്നോ ഒക്കെ ഞാൻ കേട്ടത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, എൻ്റെ പൊന്നു മനു, വെറുതെ ആ കുട്ടീനെ വട്ട് കളിപ്പിക്കാതെ നീ. വെറുതെയാ മോളെ, വെറുതെ. ഇവൻ ഇങ്ങനെയാന്നേ, വായി തോന്നുന്നു ഓരോന്ന് വിളിച്ചു പറയും. ശുദ്ധനാന്നേ, പൊട്ടൻ, വെറും പൊട്ടൻ. അപ്പോഴത്തേക്കും മുത്തശ്ശി, പൊട്ടനാണോ ഞാൻ? അയ്യോ, പൊട്ടനല്ല എൻ്റെ പൊന്നെ, നീ പൊട്ടനല്ല. ഏതായാലും നീയെങ്കിലും ഉണ്ടല്ലോ, മുത്തശ്ശി ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ എന്നൊക്കെ അന്വേഷിക്കാൻ വരാനായിട്ട് ഇവിടെ കൊണ്ടാക്കിയിട്ട് ഒരു പോക്ക് പോയതാ. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ഞാനൊന്ന് വന്നതാ. എന്നിട്ട് കമലയൊന്ന് അന്വേഷിക്കുവോ, വിളിക്കുവോ, പറയുവോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരുത്തൻ ഗൾഫിന് കയറി പോയിട്ടുണ്ടല്ലോ. എവിടെന്ന് ഒരു കോള്, അമ്മേ സുഖമാണോ, അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പതിവില്ലാത്ത പോലെ ഒരു കാര്യം മാത്രം സംഭവിച്ചിട്ടുണ്ട്. നിന്റെ അനിയൻ ഹരിശങ്കറില്ലേ, അവൻ ഇടയ്ക്ക് ഇവിടെ ഒന്ന് വന്നു മുത്തശ്ശീനെ കാണാനാന്നും പറഞ്ഞ്. അവൻ ഏതിനാ വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും എന്നെ കാണാനല്ലെന്ന് എനിക്കറിയാം. അവന് കുറച്ച് ചാട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം. അല്ല, ഹരി ഇവിടെ വന്നായിരുന്നോ? അവനിവിടെ വന്നായിരുന്നേ. വന്നിട്ട് എന്തോ ഈ റൂമിലൊക്കെ കയറി കുറച്ചു നേരം എന്നോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് എന്നിട്ടങ്ങ് പോയി. അവന് എന്ത് പുറപ്പാടിനുള്ളതാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ അവന് അവിടെ ആയിരുന്നപ്പോൾ പോലും എൻ്റെ റൂമിൽ കയറി വരില്ലായിരുന്നല്ലോ. എന്തെങ്കിലുമൊക്കെ ആട്ടെ. മോനെ, നീ ഉണ്ടല്ലോ എന്നെ കാണാൻ വരാന്. അലീനെ, ഇവൻ മാത്രമേ ഉള്ളൂ അലീനെ എനിക്ക്. ഇവന് കൊച്ചുമക്കളിൽ എന്നെ കാണുകയുള്ളൂ, സംസാരിക്കത്തുള്ളൂ, വിശേഷം ചോദിക്കത്തുള്ളൂ. ബാക്കി മക്കൾക്കൊന്നും എന്നെ വേണ്ട. അവരൊക്കെ ഏതോ ഒരു ലോകത്താ. എത്ര തിരക്കാണെങ്കിലും എൻ്റെ മനുമോന് എന്നെ കാണാൻ വരും എന്നൊക്കെ അലീനയോട് പറഞ്ഞു കൊടുക്കാം. ഈ സമയം അലീനയോട് നമ്മുടെ മനുശങ്കർ പറയുന്നുണ്ട്, അതെ, ഇവിടുത്തെ ജോലി ഭാരമൊക്കെ കൂടുതലാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, ഇവിടെ മുത്തശ്ശീനെ നോക്കാനാന്നും പറഞ്ഞല്ലേ ഞാൻ തന്നെ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പം ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യേണ്ട അവസ്ഥ തനിക്ക് വന്നല്ലോ. അതൊന്നും സാരമില്ല, ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെയാണ് കരുതുന്നത്. അല്ലാതെ ഞാൻ അതൊന്നും സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നാൽ പിന്നെ ഞാനേ മുത്തശ്ശി ആൻറ്റിയെ പോയി കാണട്ടെ. ചെല്ല്. വൈജയന്തി ഓഫീസിൽ പോയില്ലേ മോളെ? ഇല്ലില്ല മേഡം, ഓഫീസിൽ പോയില്ല. മേഡം എന്നാണോ വിളിക്കുന്നത്? അതെ, ഞാൻ മേഡം എന്നാണ് വിളിക്കുന്നത്. കൊച്ചമ്മ എന്ന് വിളിച്ചപ്പോഴത്തേക്കും ഒരു ദിവസം എന്നെ വഴക്ക് പറഞ്ഞു. ഇനി മേഡം എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മേഡം എന്ന് വിളിക്കുന്നത്. ഏതായാലും ഞാനേ ഒന്ന് പോയി മേഡത്തിനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മനുശങ്കർ നേരെ ചെല്ലുകയാണ് നമ്മുടെ വൈജയന്തിനെ കാണാനായിട്ട്. അപ്പോൾ വൈജയന്തി സ്റ്റെയർ കേസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാ. ഇതാര് മനു, നീ എപ്പോഴാണ് വന്നത്? അത് പിന്നെ ഞാൻ ഇന്നലെയാണ് വന്നത്. മുത്തശ്ശീനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാ. ആണല്ലേ? അല്ല, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇനിയിപ്പോൾ എന്നാ തിരിച്ചു പോകുന്നത്? ഞാൻ 2 ദിവസം ഇവിടെ കാണും, അത് കഴിയുമ്പോഴത്തേക്കേ തിരിച്ചു പോകത്തുള്ളൂ. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ജോലിയൊന്നും കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു. ജോലിയുടെ കൂടെ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, അപ്പം രണ്ടും തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു എന്ന് പറഞ്ഞു. അല്ല, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലേ ഇരിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് ഒത്തിരി സമയമില്ല, ഓഫീസിൽ പോകാൻ നേരമായേ. എടി അലീനെ, ഇവളിത് എവിടെ പോയി കിടക്കുക? വിളിച്ചു മനുഷ്യൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റും. അലീനെ, ഓടി അലീന. എന്താ മേഡം? അതെ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചോ? ഇപ്പം എടുക്കാം മേഡം, ചൂട് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ എടുത്തു വെക്കാതിരുന്നത്. കാസ്ട്രോളിനകത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കടലക്കറി ആണോ? എന്നാൽ പെട്ടെന്ന് എടുക്കുമ്പോൾ മനുവിനും കൂടെ എടുക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ മനുവിനൊക്കെ വിളമ്പി വെച്ചിട്ട്
പൊക്കോ പൊക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അലീനെ മാറ്റി വിടുകയാണ് കേട്ടോ. അപ്പം മനുശങ്കർ പറഞ്ഞു, അതെ എങ്ങനെയുണ്ട് ആൻറ്റി, ഇവള് ഇച്ചിരി മോശക്കാരിയാന്ന് തോന്നുന്നു, അത്രയ്ക്ക് സെറ്റാവില്ലെന്ന് തോന്നുന്നല്ലോ. ശരിയല്ലേ ഇവള്? ആര് പറഞ്ഞു ശരിയല്ലെന്ന്? അവക്കൊരു കുഴപ്പമില്ല. നിന്നോട് പറഞ്ഞോ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്? അല്ല, ഞാൻ ചോദിച്ചതാ. ആകെ മൊത്തത്തിൽ ഒരു പ്രശ്നവും അവൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞില്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നീ ആയിട്ട് വരുത്തി വെച്ചതല്ലേ? എടാ, നമ്മുടെ വീട്ടിൽ വേലക്കാരെ കൊണ്ടുവരുമ്പം തൊലിവെളുപ്പൊക്കെ ഉള്ളവരെ കൊണ്ടുവരരുത്. മാത്രമല്ല ഒരു 40 വയസ്സ് 50 വയസ്സ് ആ ഏജുകാരെ വേണം കൊണ്ടുവരാനായിട്ട്. ഇതിപ്പം ഏതോ ഒരു കിളന്ത് പെങ്കൊച്ചിനെയും കൊണ്ടുവന്നു മനുഷ്യനിപ്പം സമാധാനമുണ്ടോ, സ്വസ്ഥതയുണ്ടോ? അതെന്താ ആൻറ്റി അങ്ങനെ? അല്ല, ഇവിടെ പോകുന്നവരും വരുന്നവരൊക്കെ അവളെ കാണുമ്പോൾ എൻ്റെ മോളാണോ എന്ന് ചോദിക്കുക. അതിനെ അതിശയിക്കാനൊന്നും ഇല്ലാട്ടോ. സത്യമായിട്ട് ഞാനും പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ദേ, ഈ അലീനയ്ക്ക് ആൻറ്റിയുടെ ചെറിയൊരു കട്ടുണ്ട് കേട്ടോ. എനിക്കും അത് തോന്നി. ഇത് കേട്ടതും നമ്മുടെ അലീനയ്ക്ക് സന്തോഷമായിട്ടോ. അലീന അവിടെ മാറി നിൽക്കുമായിരുന്നു. അലീനയുടെ മനസ്സ് ഒരുപാട് സന്തോഷിക്കുക. അലീന മനസ്സിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കുമായിരിക്കും കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഷേപ്പാണല്ലേ അപ്പം. അത് കൊള്ളാലോ. എൻ്റെ അമ്മയുടെ ഷേപ്പല്ലേ എനിക്ക്. എനിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ലല്ലോ എൻ്റെ ഈശോയെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ വൈജയന്തി പറഞ്ഞത്, പിന്നെ എൻ്റെ ഷേപ്പ് കണ്ടെടുത്ത് നിരങ്ങിക്കിടന്ന് ഏതോ പെണ്ണിനുണ്ടായ പെണ്ണിന് എങ്ങനെയാണ് എൻ്റെ ഷേപ്പ് വരുന്നത്? അല്ല, ഇനിയിപ്പം പറയാൻ പറ്റില്ലേ? എന്നത് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ വേറൊന്നും അല്ല പറഞ്ഞത്. അല്ല, എന്ത് നീ പറയുന്നത്? എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല എൻ്റെ പൊന്നു ആൻറ്റി കഴിച്ചിട്ട് എണീറ്റിട്ട് പോ. അല്ല, ഞാൻ പിന്നെ ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾ സെറ്റല്ലെങ്കിൽ നമുക്ക് അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. അവളെ പറഞ്ഞു വിട്ടാൽ അതെങ്ങനെ ശരിയാകും? ഈ കുഞ്ഞുമോളെ ഞാൻ പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ ഇവളെ പറഞ്ഞു വിടാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരു വേലക്കാരിനെ കിട്ടുന്നത് എന്ത് പാടാന്നറിയാമോ? അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ? കുരിച്ച് ചുമതിലേന്തി. ഇനിയിപ്പോൾ ചുമക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ. ഏതായാലും നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ വൈജയന്തി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ അലീന അവിടെ നിൽക്കുന്നത് കണ്ടിട്ട്, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? എല്ലാവരും പറയുന്നത് കേട്ട് രസിച്ച് ഇവിടെ നിൽക്കുകയാണല്ലേ? കയറി പോടിയകത്ത്. ചുമ്മാ ആരെങ്കിലും വരുമ്പം തിണ്ണയിലേക്ക് എഴുന്നള്ളി വന്നോളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വരുമ്പം കൺമുമ്പിൽ കണ്ടുപോകരുതെന്ന്. അവളോ ആരെങ്കിലും വരുമ്പോൾ ഇങ്ങ് ഓടി വരികയല്ലേ? ആൾക്കാർ പിന്നെ എങ്ങനെയാ വീട്ടുകാരിയാന്ന് ഓർക്കാതിരിക്കുന്നത്? ഓർക്കാൻ വേണ്ടി തന്നെയാണ് ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ പണിയെല്ലാം നീ ചെയ്തോ? വീടെല്ലാം ക്ലീൻ ആയിട്ടിരിക്കണം ഞാൻ വരുമ്പം. ഞാൻ ക്ലീനാക്കി ഇട്ടോളാം മാഡം. അല്ല, ഇന്നലെയൊക്കെ ഞാൻ ക്ലീനാക്കി ഇട്ടതല്ലായിരുന്നോ? എന്നും ക്ലീനാക്കണം. ഇന്നലെ ഇന്ന് അങ്ങനെയൊന്നുമില്ല. എന്നും ഈ വീട് ക്ലീൻ ആയിട്ടിരിക്കണം. ഒരു പൊടി പോലും ഒരു മുക്കിലും മൂലയിലും കാണില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ വേണം. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന ഒരുപാട് സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ മനുശങ്കർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ടവലിൽ കൈയൊക്കെ തുടച്ചിട്ട് ചെല്ലുക അടുത്തേക്ക്. എന്നിട്ട് അലീനയോട് ചോദിക്കാം, ഭയങ്കര ബുദ്ധിമുട്ടാണോ നിനക്കിവിടെ നിൽക്കാൻ? അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞേരെ, ഞാൻ നിന്നെ കൊണ്ടുവിട്ടോളാം. വെറുതെ ഇവിടെ കൊണ്ടുവന്ന് നിന്നെയിട്ട് ഇതൊക്കെ അനുഭവിപ്പിച്ചിട്ട് എനിക്ക് വെറുതെ പ്രാക്ക് കിട്ടണ്ട. ആര് പ്രാകാന്? ഞാൻ പ്രാകാനോ? അയ്യോ, ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് സാറ് ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ ഇവിടെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇതെല്ലാം ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്യുന്നത്. എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ വഴക്ക് പറയില്ലായിരുന്നോ? എനിക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും എന്നെ വഴക്ക് പറയില്ലായിരുന്നോ? സാരമില്ല, ഇവിടെ ഈ മേഡം എല്ലാവരെയും വഴക്ക് പറയാറുണ്ട്, മക്കളെയൊക്കെ. അതുപോലെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനല്ലാതെ പിന്നെ വിഷമം വരുമ്പം ഒന്ന് കരയും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കിവിടെ നിൽക്കുന്നത് കൊണ്ട് വേറെ ഒരു കുഴപ്പമില്ല. മുത്തശ്ശിക്ക് പിന്നെ എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ. എനിക്കും മുത്തശ്ശീനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇനി വേറൊരു വീട്ടിലേക്ക് ഇല്ല, ഞാൻ വരില്ല, ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ, എന്നോട് പറയണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാതിരിക്കരുത്, അത് എന്നോട് പറയണം. ഒരാളോട് മനസ്സ് തുറക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ പകുതി നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോകും. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോട് പറയാട്ടോ, ഞാനില്ലേ അലീനെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മനുശങ്കർ അവിടെ നിന്ന് പോകുന്നത്. എന്തോ ഈ വാക്കുകൾ നമ്മുടെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഒരു ഉണർവൊക്കെ ഏകുന്നുണ്ട്. അങ്ങനെ അലീന കിച്ചണൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കിച്ചണിലേക്ക് കയറി ചെല്ലുമ്പം അവിടെ നമ്മുടെ വൈജയന്തിയുടെ മൂത്ത ചെറുക്കൻ കൊച്ച്, അവൻ അവിടെ എന്തോ മക്കിടി പരിപാടി ഒപ്പിക്കുകയാണ് കേട്ടോ. ഈ മക്കിടി പരിപാടി എന്താണെന്ന് നമ്മുടെ അലീന ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. പുള്ളിക്കാരൻ എന്തോ ആരും അറിയാതെ ചെയ്യുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ, അതായത് ഈ പയ്യൻ കുറച്ച് ട്രിക്സിനൊക്കെ അടിമയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അലീന ചോദിച്ചു, എന്താ നീ ഇവിടെ ചെയ്യുന്നത്?
ഞാനിവിടെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താ? അതെ, എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട. വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി, വീട്ടുകാരെ ചോദ്യം ചെയ്യണ്ട എന്നും പറഞ്ഞ് ആ പയ്യൻ അങ്ങ് പോവുകയാണ് കേട്ടോ. പക്ഷെ അലീനയ്ക്ക് മനസ്സിലായി എന്തോ ഉണ്ട്, തൻ്റെ അനിയന് വഴി പഴച്ചു പോവുകയാണോ എന്നൊരു സംശയം നമ്മുടെ അലീനയ്ക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അനിയനാണ്, അവനെ തെറ്റിലൂടെ നടത്താൻ പാടില്ല, പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേസമയം പിന്നെ നമ്മുടെ ബാലേന്ദ്രനെ ആട്ടോ കാണിക്കുന്നത്. അപ്പം വൈകിട്ടൊക്കെ ആയി ബാലേന്ദ്രൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് എന്തോ മേടിച്ചുകൊണ്ടൊക്കെ വന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ബാലേന്ദ്രനെ. അപ്പം ഇത് നമ്മുടെ വൈജയന്തിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും വൈജയന്തിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്, സംശയരോഗങ്ങളൊക്കെ ഉണ്ട്. അതായത് തൻ്റെ ഭർത്താവിനെ കുറിച്ച് സംശയം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഇച്ചിരി ചെറുപ്പക്കാരി വീട്ടിൽ വന്ന് കഴിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് പേടിയാണോ എന്തോ. നമ്മുടെ ബാലേന്ദ്രനെ എപ്പോഴും വഴക്കൊക്കെ പറയും, നിങ്ങൾ കൂടുതൽ അങ്ങോട്ടേക്ക് പോകുമൊന്നും വേണ്ട, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മക്കൾക്ക് മേടിച്ചു കൊടുത്താൽ പോരെ, അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴേ സാധാരണ അങ്ങനെ മേടിച്ചുകൊണ്ട് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. അതും തൻ്റെ മക്കളെപ്പോലെ തന്നെ പ്രായമുള്ളൊരു പെണ്ണാണ്. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മുടെ ബാലേന്ദ്രൻ കാണുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ്റെ സ്നേഹം കണ്ടിട്ട് നിങ്ങളുടെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണോ എന്ന് ആർക്കറിയാം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ തിരിച്ചാണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. ഏതായാലും നമ്മുടെ ബാലനിട്ട് നന്നായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വൈജയന്തി. ഏതായാലും ബാലനതൊക്കെ സഹിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണേ. വൈകിട്ട് നമ്മൾ പ്രമോ വിശേഷവുമായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഗോമതിയുടെയും ബാലൻ്റെയും ഇന്നത്തെ കഥ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഇതിൽ കിടപ്പുണ്ട്. കാണുന്നവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കിക്കോളൂ. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷവും നമ്മൾ ഇതിലാണ് ഇടുന്നത്. അതൊരു 10-12 മണിയോടൊക്കെ കൂടിയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.